വടകര കരിമ്പനപ്പാലത്ത് പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കടയ്ക്ക് തീ പിടിച്ചു. ഇന്ന് രാവിലെ 6:30 മണിയോടെയാണ് ഈ സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ സുരേഷ് ആയിരുന്നു കോഴിക്കോട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. SKN വടകര കരിമ്പനപ്പാലത്ത് ഇന്ന് പുലർച്ചെ 6:30യോടുകൂടിയാണ് ഈ തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്ലൈവുഡ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയൊരു കടയാണ്. അതിന്റെ ഉള്ളിൽ നിന്നുമാണ് വലിയ രീതിയിൽ തീ ഉണ്ടാവുകയും പുറത്തേക്ക് പുക വരികയും ചെയ്തത്. തുടർന്ന് നാട്ടുകാർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. നിലവിൽ വടകര ഫയർഫോഴ്സിൽ നിന്നും 2 യൂണിറ്റാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതുമാത്രമല്ല, കൊയിലാണ്ടിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നും കൂടുതൽ ഫയർ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അവർ കൂടി എത്തിയ ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കുമെന്നാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരം. കൂടുതൽ ഈ തീ അണച്ച് ഇതിന്റെ അകത്തേക്ക് കയറിയാൽ മാത്രമേ എന്താണ് തീപിടുത്ത കാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഒരു പ്ലൈവുഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് ആളുകളില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉള്ളത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്.